നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു. ഇനി തൻ്റെ ആയുസ്സിൽ കോൺഗ്രസുമായി താൻ ബന്ധപ്പെടില്ല, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സഖ്യത്തിലും പങ്കാളിയാകില്ല, കോൺഗ്രസിന് വിജയിക്കാൻ വേണ്ടി ഒന്നും താൻ ചെയ്യില്ല, കോൺഗ്രസ് സഖ്യം, ഇന്ത്യ സഖ്യം ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യത്തിന് വോട്ട് കൂടുതൽ കിട്ടുന്ന അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയം സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ഇടപാടിനും താൻ നിൽക്കില്ല. അങ്ങനെ ഇടനിലക്കാർ വഴി നരേന്ദ്രമോദിക്ക് ഉറപ്പ് കൊടുത്തതുകൊണ്ടാണ് കെജ്രിവാൾ ജയിൽ മോചിതനായതെന്ന് അന്ന് തന്നെ പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിൽ നിന്നും പിൻവാങ്ങുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം BJPയുടെ B ടീം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുന്നുവെന്നും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒരേ മനസ്സോടെ കൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നുമൊക്കെയാണ് അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾക്ക് കാര്യമായൊരു അടിസ്ഥാനം ഇല്ല എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിലും അതിനുശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയും എല്ലാം തന്നെ വളരെ പ്രതിപക്ഷ നിലപാടോടുകൂടി പ്രതിപക്ഷ ചോദ്യശരങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ നേരിട്ടത്. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ പാർലമെൻറ്റ് സംഘത്തെ വിദേശത്തേക്ക് അയക്കാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ചത് പോലും. എന്നാൽ കെജ്രിവാൾ ഇതൊന്നും കണക്ക് കൂട്ടാതെ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാതെ വളരെ തുറന്ന ആക്രമണം ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ നടത്തുകയാണ്. അതിന് കാരണം ഇത്രയേ ഉള്ളൂ: അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡൽഹി മദ്യനയ കേസ് അവസാനിച്ചിട്ടില്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഏതാണ്ട് 2 മാസത്തോളം ജയിലിൽ കിടന്നത്. ജയിലിൽ കിടന്ന് ഭരണം നടത്തി അവസാനം മുഖ്യമന്ത്രിക്ക് രാജിവെച്ചേ മതിയാവൂ എന്നുള്ള അവസ്ഥ വന്നപ്പോൾ തൻ്റെ ഒരു ശിങ്കിടിയായ ഒരു യുവതിയെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെ AAP ഭരണത്തിൽ നിന്നും പുറത്തായി. ഡൽഹി ഭരണം BJP പിടിച്ചെടുത്തു. അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കെജ്രിവാളിനോട് മോദി പറഞ്ഞിരുന്നു, ഇനി ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിക്കണം. ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ബീഹാറിലും AAPക്ക് വലിയ സ്വാധീനമൊന്നുമില്ലെങ്കിലും ഇന്ത്യ സഖ്യത്തിൽ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൽ അവിടെ AAP പങ്കാളിയാവുകയും അരവിന്ദ് കെജ്രിവാൾ അവിടെ പ്രചരണം നടത്താൻ പോവുകയും ചെയ്താൽ അത് BJPയുടെ സാധ്യതകളെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ മോദിക്ക് നല്ല നിശ്ചയമുണ്ട്. മോദിക്ക് മാത്രമല്ല, RSS നേതൃത്വത്തിനും BJP നേതൃത്വത്തിനും അതറിയാം. അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രസൻസ് ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടായാൽ അതവിടെ BJP വിരുദ്ധ വോട്ടുകൾ അവിടെ സമാഹരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഏത് വിധേനയും അരവിന്ദ് കെജ്രിവാളിനെ ഒഴിവാക്കുക എന്നുള്ള തന്ത്രം ആദ്യം മുതലേ തന്നെ നരേന്ദ്രമോദി കൈക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. BJPക്കെതിരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തിരക്കേടില്ലാത്ത നേട്ടവും ഉണ്ടായി. കാരണം 230 അംഗങ്ങളുള്ള പ്രതിപക്ഷത്തെയാണ് ഇപ്പോൾ BJPക്കും നരേന്ദ്രമോദിക്കും പാർലമെൻറ്റിൽ നേടേണ്ടി വരിക. 230 അംഗ പ്രതിപക്ഷം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ പ്രതിപക്ഷമാണ് 230 അംഗ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷം. ഇത് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിയെ അതിൽ നിന്നും തെറ്റിക്കാൻ ആദ്യം മുതലേ ശ്രമിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അതിന് വഴങ്ങാതിരുന്നപ്പോഴാണ് ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടത്. അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ നരേന്ദ്രമോദി പറയുന്ന എന്ത് കണ്ടീഷനും അംഗീകരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നു എന്നാണ് അന്ന് തന്നെ ആരോപണം ഉയർന്നത്. ഏതായാലും കെജ്രിവാൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനും നഷ്ടം തന്നെയാണെങ്കിലും BJPയും അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള ഈ ചർച്ചയും ഈ ഇടപാടുകളും അടിസ്ഥാനപരമായിട്ട് AAPയുടെ വോട്ട് ബാങ്കിനെ തന്നെ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം AAPയുടെ വോട്ട് ബാങ്ക് BJPയിലേക്ക് കടന്നു കയറിയെന്ന് മനസ്സിലായപ്പോഴാണ് കെജ്രിവാളിനെ പൂട്ടാൻ വേണ്ടി മോദി ശ്രമിച്ചത്. ആ പൂട്ടിൽ കെജ്രിവാൾ വീഴുകയും ചെയ്തു. ഇനി കോൺഗ്രസും AAPയും 2 പക്ഷങ്ങളിൽ നിന്നായി ഏറ്റുമുട്ടുമ്പോൾ അവിടെ BJPക്ക് നിഷ്പ്രയാസം കയറിപ്പോരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിയും BJPയും. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. താൻ കോൺഗ്രസ് സഖ്യം ഉപേക്ഷിക്കും, രാഹുൽ ഗാന്ധിയുമായി ഒരു അടുപ്പമുണ്ടാക്കില്ല, യാതൊരു രാഷ്ട്രീയ സഖ്യവും ഇനി കോൺഗ്രസും AAPയും തമ്മിലില്ല, തന്നെ ജയിലിൽ നിന്ന് വിടണം എന്നായിരുന്നു കെജ്രിവാളിൻ്റെ അഭ്യർത്ഥനയെന്ന് അദ്ദേഹമായി തെറ്റിപ്പിരിഞ്ഞാൽ പോലും പിൽക്കാലത്ത് ആരോപിക്കുകയുണ്ടായി. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. അദ്ദേഹം ഇന്ത്യ സഖ്യം ഇപ്പോൾ ഉപേക്ഷിച്ചു.